ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവാനും അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടാനുമായിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് നേരം വെളുത്ത് അടുക്കളയിൽ വന്നതും കൈകാലും മുഖമൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒന്ന് എന്തായാലും രാത്രി തന്നെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വിട്ടതിന് ശേഷം അടുക്കളയിൽ ഒന്ന് വിളക്ക് ഇങ്ങനെ കത്തിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ നമ്മൾ ചന്ദനത്തിരിയോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു മണവും അല്ലെങ്കിൽ ഈ വിളക്ക് കത്തുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് രാവിലെ തന്നെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷായി നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ തരും കേട്ടോ. ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ടിരിക്കുന്നത് കാണുമ്പോൾ അപ്പോൾ രാവിലെ ഇന്ന് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ശീലം അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വിളക്കൊക്കെ കത്തിച്ച് അടുക്കളയിൽ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കറികളെന്ന് പറയുമ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയ കറിയൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു. പിന്നെ പുറത്ത് അടുക്കളയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചോറ് നേരത്തെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചോറും കറിയൊക്കെ ഒരുക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കുട്ടനെ വിളിച്ചിട്ട് വരാൻ പോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ കുഞ്ഞുണ്ണിക്ക് ഇന്നിപ്പോൾ 90 ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 90ാമത്തെ ദിവസം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പോവുകയാണ്, അതായത് കൊല്ലംകോട്ടിലേക്ക് വിളിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചിട്ടിക്കുട്ടിക്ക് പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ചിട്ടിക്കുട്ടിയൊന്നും കൊണ്ടുപോകണില്ല കേട്ടോ. ഞാൻ ഇന്നലെ പോകണം വിചാരിച്ചായിരുന്നു വീട്ടിൽ. അപ്പോൾ ഇന്ന് എക്സാം തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഇന്നലെ പോക്ക് നടന്നില്ല. അപ്പോൾ ഇന്ന് ഞാനും ചാരുവും കൂടെ അങ്ങനെ പോവുകയാണ് കേട്ടോ, ഉണ്ണീനെ വിളിച്ചിട്ട് കൊണ്ടാക്കാനായിട്ട്, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ചിട്ടിക്ക് സ്കൂളുള്ളത് കൊണ്ട് ഞാൻ പിന്നെ എന്തായാലും ചോറ് വെച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ചോറ് വെക്കാനായിട്ട് അടുപ്പൊക്കെ കത്തിച്ച് ചോറിന് വെള്ളമൊക്കെ വെച്ച് അരിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയിട്ട് ഇന്ന് തന്നെ വരും കേട്ടോ. കാരണം ഇന്നലെ മുതൽ ചിട്ടിക്കുട്ടിക്ക് എക്സാമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് പരീക്ഷയുള്ളത് കൊണ്ടാണ് അവളെയും കൊണ്ടുപോകാത്തത്. അല്ലെങ്കിൽ പിന്നെ അവളും വന്നിട്ടുണ്ടാവും, വരാതിരിക്കില്ല തീർച്ചയായിട്ടും. ഉണ്ണിനെ കാണാമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തായാലും വരും. പിന്നെ പരീക്ഷയായില്ലേ, ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആൾ കടിച്ചു പിടിച്ചങ്ങോട്ട് പോവുകയാണ് കേട്ടോ സ്കൂളിലേക്ക്. കുറച്ച് ദേഷ്യവും അല്ലെങ്കിൽ പണക്കവും ഒക്കെ ഉണ്ട്. എന്നാലും അതൊന്നും കാര്യമാക്കാണ്ട് ഞാനങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നലെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു വീട്ടിലേക്ക്, പോകാൻ പറ്റിയില്ല. പരീക്ഷയുള്ളത് കൊണ്ട് തന്നെ മക്കളെ രാവിലെ റെഡിയാക്കി വിടാനൊന്നും പറ്റില്ലല്ലോ ഏട്ടനെ കൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇന്നലത്തെ പോക്ക് അങ്ങോട്ട് മുടങ്ങിയിട്ടാണ്. പിന്നെ ഏട്ടനാണെങ്കിൽ ഇന്ന് എന്താ പറയുക, പണിയില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ എവിടെയെങ്കിലും പോകണം എന്ന് പറയുന്ന സമയത്ത് എവിടെ ഇല്ലാത്ത പണികളും വരും. അപ്പോൾ എന്തായാലും ഏട്ടന് ഇന്നിപ്പോൾ ഒഴിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ചോറ്റിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാനിതാ രാവിലെ കഴിക്കാനുള്ള പുട്ടൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് വെച്ചു. പുട്ടൊക്കെ അടുപ്പത്തുണ്ട്. പിന്നെ തലേദിവസത്തെ കറികളുണ്ട്, കായ്ച്ചാറ് വെച്ചത് അതുണ്ട്. പിന്നെ പപ്പടവും പൊരിച്ച് ചിട്ടിക്കുട്ടിനെ അങ്ങനെ അതൊക്കെ ആക്കിയിട്ട് സ്കൂളിലേക്ക് വിട്ടു. അപ്പം നമ്മൾ എവിടേക്കാണ് പോണത്? ഉണ്ണിനെ വിളിച്ചിട്ട് പോവാൻ 90 ദിവസമായിട്ടാ. അപ്പോൾ എന്തായാലും ആങ്ങളുടെ കുട്ടീനെ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഞങ്ങൾ എന്തായാലും ഞാനും ചാരുവാണ് ഇന്ന് പോണത്. അന്ന് പോയത് ചിട്ടിയും ഞാനും കൂടെ പോയി. ഇന്ന് ചാരുവും ഞാനും. ഏട്ടൻ വരണം എന്ന് പറഞ്ഞിട്ടിരുന്നു. ഇന്നും അതേപോലെ പണി വന്നു പോയി. പണിയൊന്നും ഇല്ലാണ്ട് കുറേ ദിവസമായില്ല ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഏട്ടൻ പണിക്ക് പോയി. ഇപ്പം എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. മഴയല്ല, വെയിലാണ്, നല്ല വെയിലുണ്ട്. അപ്പോൾ ഓക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒതുക്കി പറക്കി വെച്ച് ഞങ്ങളിതാ അവിടെ യാത്രയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ പോണത്. പോയിട്ടങ്ങനെ അവിടെ പോയി എത്തിയിട്ട് പിന്നെ ഉണ്ണിനെ കുറച്ച് നേരം എടുക്കുക, കളിപ്പിക്കുക, പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുക. പിന്നെ അങ്ങനെ നേരെ ഉണ്ണിനെയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോവുക, കൊല്ലംകോട്ടേക്ക് പോവുക. അതൊക്കെ തന്നെ കേട്ടോ. അവിടെ നിന്ന് പിന്നെ തിരിച്ചു വരണം. ഞാൻ ഇവിടെ നാത്തൂൻ്റെ വീട് വരെ വണ്ടി കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്ന് പിന്നെ വീട്ടിൽ നിന്ന് വന്ന വണ്ടിയിൽ പോകും കേട്ടോ.
പിന്നെ അവരെ കൊണ്ട് വീട്ടിലാക്കിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് ഇവിടെ വന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്യണത്. അപ്പോൾ ഞാനും ചാരുവും പോണ സമയത്ത് നമ്മുടെ കുഞ്ഞുണ്ണി നല്ല കളിയിലാണ് കേട്ടോ. കളിയിലും ചിരിയും ഉറക്കമൊന്നുമില്ല ആൾക്ക്. നല്ല കൂട്ടം കൂടുതലാണെന്നാണ് പറഞ്ഞത് രാവിലെ തൊട്ട്. അപ്പോൾ അതാ ആൾ ഞാൻ എടുത്തപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ആ ഊ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് 90 ദിവസമായില്ലേ നമ്മളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങി. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് കണ്ടില്ലേ ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ആ ഊ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ഇങ്ങനെ വർത്തമാനം കേൾക്കാൻ നല്ല രസമാണ് അല്ലേ. അത് നമ്മൾ ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കൊഞ്ചുകയാണെങ്കിൽ അവർ നന്നായിട്ട് സംസാരിക്കും. പിന്നെ ഇതാ കുഞ്ഞാപ്പി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കാണെങ്കിൽ ഒരു അന്തം വിട്ട പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അത് എല്ലാവരും വരുന്നു, ഞങ്ങളൊക്കെ റെഡി ആവണു, എവിടേക്കാണാവോ എന്നുള്ളൊരിതിൽ. അപ്പോൾ അതാ നമ്മുടെ നാത്തൂൻ്റെ അനിയത്തിൻ്റെ കുട്ടിയാണ് കേട്ടോ. അനിയത്തിയും ഭർത്താവും കുട്ടിയൊക്കെയാണ്. അപ്പം അവനും ഇങ്ങനെ അന്താളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവം, അല്ലെങ്കിൽ വീട്ടിലങ്ങനെ ആരും വരാറില്ല, ഇതെന്തോ പറ്റി, ഇതെല്ലാവരും വിരുന്നുകാരൊക്കെ വന്നിരിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയാകുമ്പോൾ ഞങ്ങൾ പിന്നെ പോകുന്ന സമയത്തൊക്കെ ഒരുമാതിരി എന്താ പറയുക സങ്കട സീൻ തന്നെയാണ് അല്ലേ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. ചേച്ചിന്റെ കുട്ടി ഒരു മതാടി അവർക്ക് നാണമാണ്. നീ മേക്കപ്പ് ഒന്നും ചെയ്തില്ല, ലിപ്സ്റ്റിക് ഇട്ടില്ല. ലിപ്സ്റ്റിക് എങ്ങനെ ഇടുക? എവിടെയാണ് ലിപ്സ്റ്റിക് ഇടുക? ഐലൈനറോ കണ്ണൊക്കെ എഴുതുന്നത്? പിരി എവിടെ എഴുതുക? പൊട്ട എവിടെ വെക്കുക? പുതിയ വളയാണ് നിന്റെ? അതെന്താണ് വാങ്ങരുത്. നിന്റെ വെറുതെ മാലയുണ്ടല്ലോ. പിടിച്ച് വലിക്കണ്ട, വലിക്കണ്ടെന്ന് വലിച്ചടിക്കും. അമ്മേന്റെ ഡ്രസ് ആര വന്നു? നല്ല കൂടെ എമ്പിടിയടാ ആണ്ട് ശത്തെമ്പിടി നല്ല കൂടെ എമ്പിടി ചെമ്പിടി കുഞ്ഞാവ ഒരു മോടുക്കടി ഒരു മോടുക്കുമ്പേനെ ഉമ്മ കൊടുക്കും നെറ്റിയിൽ ഉമ്മോട് മുത്തേ ഇനി ചെത്തുമണി ഇവിടെ 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 നോക്ക്. ഇതായി കുട്ടി ഇതുമ്മാ കുഞ്ഞുണ്ണിയെ ഇവിടെ നോക്ക്. കുഞ്ഞുണ്ണി ഇവിടെ നോക്കടാ. ചുണ്ടേ ഇല്ല ചുണ്ട് എവിടെ? ഞങ്ങളുടെ ചുണ്ട് എവിടെ? ഞങ്ങളുടെ ചുണ്ട് എവിടെ? ഞങ്ങളുടെ ചുണ്ട് എവിടെ? ഉമ്മ കൊടുക്കടി, ഉമ്മ കൊടുക്ക് പിന്നെ ഉമ്മോട്. തന്നെ നോക്കൊണ്ടിരിക്കുന്നു. ലുക്ക് വിടുന്നു. ഇപ്പൊ ഫോട്ടോ കൊടുക്കുന്നു. അവര് തത്തമംഗലം കടന്നു പറഞ്ഞു. അതാര് ചേർപ്പ്? നിങ്ങൾ സ്പൈഡർമാൻ ആണ്. ഇത് വലിയ സ്പൈഡർമാൻ, അതിന് കുട്ടി സ്പൈഡർമാൻ ആവും. അത് നിങ്ങള് അച്ഛമ്മയും അച്ഛനും വന്നിട്ട് സ്പൈഡർമാൻ ആക്കുള്ളൂ. അല്ലെങ്കിൽ വെള്ളക്കളറല്ലേ ഡ്രസ്. സ്പൈഡർമാൻ ഇങ്ങോട്ട് നോക്കൂ. ഇവന്റെ പേരെന്തായെന്ന് എനിക്ക് മറന്നു.
ദ്വാൻവിക് അല്ല ദൈവിക് ദൈവിക് അങ്ങനെ ഞാനും ചാരുവും കൂടെ പോയി കുറേ നേരം ഉണ്ണിവാവനെ കൊഞ്ചിയിട്ട് ഇരിക്കുമ്പോഴേക്കാണ് കേട്ടോ പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നത്. അപ്പം ഞങ്ങളൊരു വഴിക്ക് അവരൊരു വഴിക്ക് വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടുമുട്ടാറില്ല. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും എല്ലാവരും വന്നു. പിന്നെ ഇതാ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിള്ളേരും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം വേണ്ടപ്പെട്ട റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. റിലേറ്റീവ്സ് എന്ന് പറയാൻ ആരുമില്ല. ഞങ്ങൾ ചേച്ചി അനിയത്തിമാരും പിന്നെ എന്താണ് ഞങ്ങളുടെ അമ്മായിമാർ രണ്ടുപേരും അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ആരുമില്ല. ഞങ്ങൾ മാത്രമാണ് വിളിക്കാൻ വന്നത്. അപ്പോൾ എന്തായാലും ചെറിയൊരു ചടങ്ങ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒന്നാമത് ഇവിടെ അമ്മയ്ക്ക് ജോലിയൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ആൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഉണ്ണിൻ്റെ കാര്യമൊക്കെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം വൈകുന്നേരമൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഉണ്ണിൻ്റെ കാര്യമൊക്കെ നോക്കാനും പിന്നെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, രണ്ടുപേരും ഉള്ളതല്ലേ. അപ്പോൾ രണ്ടുപേരിനെയും കൂടെ അഞ്ജുവിനും നോക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ എന്നാലും 90 അങ്ങനെ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അവർക്കൊരു ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു സമാധാനമാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു അങ്കലാപ്പാണ് കുട്ടികളെയും വെച്ചിട്ട് അഞ്ചു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓടി പടഞ്ഞിട്ട് വരേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും പിന്നെ നേരത്തെ അങ്ങോട്ട് കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നേരത്തെ 5-ാം മാസത്തിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടീനെ കളിപ്പിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ ബിരിയാണിയാണ്. ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ ചിക്കൻ റോസ്റ്റ്, പിന്നെ എന്താണ് നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കുറുമ കറി ഉണ്ടല്ലോ അത്, അച്ചാർ, പിന്നെ പാൽപ്പായസം ഉണ്ടായിരുന്നു. അങ്ങനെ പാൽപ്പായസം എന്ന് പറയുമ്പോൾ സേമിയ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ ഭക്ഷണം. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ ഇനിയിപ്പോൾ കഴിച്ചിട്ട് അങ്ങനെ നേരെ ഉണ്ണിനെയും എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അകത്തൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ. സാധാരണ നമ്മളെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് അവിടെയല്ലേ നമ്മൾ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെ ആളുകളൊന്നും ഇല്ല കേട്ടോ. ഒരുപാടൊന്നും ആൾക്കാരില്ല. അവരുടെ കുറച്ച് ബന്ധുക്കാർ, നമ്മളുടെ വീട്ടിൽ നിന്ന് പോയ കുറച്ച് ആൾക്കാർ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ബിരിയാണിയും ചിക്കൻ റോസ്റ്റും ഒക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഇനി നമ്മുടെ ഉണ്ണിനെയൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത് ഇത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മായിൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ അങ്ങനെ കരച്ചിലൊന്നുമില്ല കേട്ടോ. ആരുടെ അടുത്ത് വേണമെങ്കിലും പോകുന്നുണ്ട് സുഖമായിട്ട്. വല്ലപ്പോഴേ കരയുന്നുള്ളൂ കേട്ടോ, അപൂർവം. പിന്നെ എല്ലാവരുടെ അടുത്തും ഇത് കണ്ടില്ല, നല്ല ചിരിയാണ്. ചിരി ഇങ്ങനെ നോക്കും, കളിക്കും ഒക്കെ ചെയ്യും. അത്യാവശ്യം അതുപോലെ ഇങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ മുഖമൊക്കെ ഭാവം മാറ്റമൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുഞ്ഞ് സ്പൈഡർമാൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെന്തായാലും ഇനിയിപ്പോൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ അമ്മേൻ്റെ അടുത്ത് കുട്ടീനെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ അമ്മ നമ്മുടെ അമ്മേൻ്റെ അടുത്ത് കുട്ടീനെയൊക്കെ ഏൽപ്പിച്ചു. വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ നടത്തുന്നത്. പിന്നെ അഞ്ചു പിന്നെ കാല് പിടുത്തവും ഇറങ്ങുന്ന സമയത്ത് കാല് പിടുത്തമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നേരെ നമുക്കിനി നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അകത്തു നിന്നിങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇത്തിരി ഒരു കളറൊക്കെ കുറവുണ്ട് കേട്ടോ. കളർ എന്ന് പറഞ്ഞാൽ വെളിച്ചമില്ല, ലൈറ്റ് ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക്, അതായിരിക്കും അങ്ങനെ. അങ്ങനെ നമ്മളിതാ നേരെ നമ്മൾ ഉണ്ണി വാവനെയും കൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താ കുട്ടിയും അമ്മയും ഒക്കെ ആയിട്ട് ഇതാ അവിടെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ കുഞ്ഞാപ്പയ്ക്ക് വരുമ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ വീട്ടിലേക്ക് പോകണു പറഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ട്. ആൾക്ക് രണ്ട് മനസ്സിലാണ് കേട്ടോ. അവിടെ നിന്ന് വരാനും ആഗ്രഹമുണ്ട്, അവിടെ നിൽക്കാനും ഒരിതുണ്ട്. എന്താണെന്നറിയില്ല, സ്കൂളിലേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരിത്. അവിടെയും സ്കൂളിൽ പോകുന്നുണ്ട് കേട്ടോ അവൾ. പിന്നെ ഇപ്പം എന്തായാലും ഇവിടെയും ചേർത്തിട്ടുണ്ട്. ഇവിടെ വന്നാലും ഇവിടുത്തെ സ്കൂളിൽ പോവും. അപ്പോൾ ആൾക്കൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഇനി വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ആങ്ങള എൻ്റെ അടുത്ത് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞെന്ന് എനിക്കിപ്പോൾ മറന്നുപോയി. അപ്പോൾ ദാ ചാരു ചെറുതിനെയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്, കുഞ്ഞാപ്പിനെയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഞാനും ദാ പുറകിലിങ്ങനെ സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി ഒരുപാട് നേരമൊന്നും ഇരിക്കാനായിട്ട് സമയമൊന്നുമില്ല. ഒരു അരമണിക്കൂർ, മാക്സിമം ഒരു അരമണിക്കൂർ ഒരു ചായയൊക്കെ കുടിച്ചിട്ട്
അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ അത്രയും സമയം നിൽക്കാനായിട്ട് പറ്റിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ നേരെ ഇതാ നമ്മളെ വീടെത്തിയിട്ടുണ്ട്. നമ്മുടെ വീടൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഒരു നൊസ്റ്റു ആണല്ലേ, ഒരു നൊസ്റ്റു ഫീൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അത് അരിയൊക്കെ ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, പൊടിക്കാനുള്ളത്. ഇന്ന് നല്ല വെയിലുള്ള ദിവസമല്ലേ. അപ്പോൾ ഉണ്ണിവാവനെ കൊണ്ടുവന്ന് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് തമ്പാട്ടിനെയൊക്കെ കാണിച്ചു കൊടുത്ത്. പിന്നെ അച്ചച്ചനുണ്ടല്ലോ, അച്ചച്ചൻ നമുക്ക് നമ്മുടെ ഒപ്പം ഇല്ല. അപ്പോൾ അച്ചച്ചൻ്റെ ഫോട്ടോൻ്റെ അവിടെയൊക്കെ കൊണ്ടുപോയി അച്ചച്ചനെയൊക്കെ കാണിച്ചു കൊടുത്തു, പേരക്കുട്ടിനെ. അങ്ങനെ പിന്നെ ഇതാ ഒരേ കളി തന്നെ കേട്ടാ, ഫുൾ കളി, ഒരു കരച്ചിലോ ഒന്നുമില്ല, അങ്ങനെ കളിച്ചുകൊണ്ട് കിടക്കുകയാണ്. എന്ത് പയറോ വീട്ടുന്നേ കാണാ, വണ്ടി കാണാലോ. നെയ്മറല്ല, റോബോ, 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 റോസിന്റെ റോബോ. അപ്പോൾ സ്വന്തം വീട്ടിൽ വന്നാൽ ഇങ്ങനെ എല്ലാവിടെയും ഒന്ന് കണ്ട്, നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ പശുവും ഒക്കെ ഉണ്ടെങ്കിൽ അവനെയൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനവും എന്തൊക്കെയോ ഒരു ഇതാണ് അല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ, വീട്ടിൽ വന്നാൽ എല്ലാവിടെയും ഒന്ന് കണ്ട് അങ്ങോട്ട് നടന്ന് വെച്ചാൽ മനസ്സിനൊരു സുഖമാണ്. അപ്പോൾ ഇത് നമ്മുടെ റോസിൻ്റെ കുട്ടിയാണ് കേട്ടോ, റോസിൻ്റെ കുട്ടി റോസിനെ പോലെ തന്നെ ഉണ്ട് അല്ലേ. പിന്നെ ഒന്ന് നാത്തൂൻ്റെ വീട്ടിലുണ്ട്, അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നു കേട്ടോ, അത് ഇതേ വലുപ്പം തന്നെ ആയിട്ടുണ്ട്. കുട്ടി എനിക്ക് വേണം പറയോ, പറയില്ലല്ലോ. ബിസ്ക്കറ്റ് ഉച്ചിട്ട് ചന്ത ഡ്രസ് ഇടണ്ടേ എന്റെ മോൻ, ചന്ത ഡ്രസ് ഇടണ്ടേ, എന്തൊക്കെ ചെയ്യണേ എന്റെ അമ്മക്കുട്ടിക്ക്, എന്തൊക്കെ ചെയ്യണടാ ചെത്തോ. അമ്മക്കുട്ടി എവിടെയാടാ, എന്റെ അമ്മക്കുട്ടി എവിടെ, സൈക്കിൾ ചവിട്ടുകയാണോ, കുഞ്ഞിക്കുട്ടി സൈക്കിൾ ചവിട്ടുകയാണോ, സൈക്കിളിൽ പോണാ, ചേച്ചിയുടെ സൈക്കിളിൽ പോണാ, ചേച്ചിയുടെ സൈക്കിളിൽ പോണാ, എന്നെ സൈക്കിൾ ചവിട്ടണ, സൈക്കിൾ ചവിട്ടും ചേച്ചിയും അനിയനും കൂടെ, രണ്ടാളും കൂടി സൈക്കിളിൽ ഇരുന്നിട്ട് ടാറ്റ പോകാട്ടാ. ചൊത്തുക്കുട്ടാ എന്ത് വേണടാ, ഓ ഓ എന്ത് വേണ, ടാറ്റ പോക, ടാറ്റ പോക, ടാറ്റ പോക അല്ലേ. ഓമനിയെ വിടറ, ഓമനിയെ വിടറ, എന്ത് ഓമനിയാണിത്, കുഞ്ഞോമനിയാണിത്, കുഞ്ഞോമനിയാണിത്. ചന്തക്കുപ്പായം ബൊമ്മ കുട്ടിയിട്ടത്, എന്തൊക്കെ വേണം കുട്ടിക്ക് കളിക്കാൻ, എന്തൊക്കെ വേണം എൻ്റെ മകന് ചൊത്തു. അങ്ങനെ നമ്മുടെ കുഞ്ഞുണ്ണിനെ കൊഞ്ചി കൊഞ്ചി ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. കാരണം അരമണിക്കൂറേ ഉള്ളൂ, എന്നാലും ആ ഒരു അരമണിക്കൂർ നമ്മൾ ഇങ്ങനെ ഇടവും വലതും തിരിയാണ്ട് ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനും ഒരു ആൾക്കാരിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു കണ്ടില്ലേ, സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളിലൊക്കെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, കണ്ണുരുട്ടിയിട്ട്. അപ്പോൾ ആളിതാ ഇവിടെ നല്ല എന്താ പറയുക ആക്റ്റീവായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം പിന്നെ നമ്മുടെ ഉണ്ണീൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഞാനും നമ്മളെ അഞ്ജുയുടെ അമ്മയും പിന്നെ ചാരുമോളും ഞങ്ങൾ മൂന്നാളും കൂടെ ഓട്ടോയിൽ നേരെ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെയല്ലേ നമ്മുടെ സ്കൂട്ടർ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ അങ്ങനെ
വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരാമെന്നും പറഞ്ഞിട്ടാ. അപ്പോൾ എന്തായാലും അഞ്ചു യാത്രയാക്കാൻ വന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ഞാപ്പിയും. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരുടെ അടുത്തും ടാറ്റ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട് കുഞ്ഞാപ്പി. അങ്ങനെ യാത്രയെല്ലാം പറഞ്ഞ് നേരെ അവിടേക്ക് വന്നു കേട്ടോ. ലെമൺത്തിക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം സൂന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. പെട്ടെന്ന് പോയിട്ടാ. കാരണം ഇന്ന് നമ്മൾ നല്ല ബിസി ആയിരുന്നല്ലോ. നമ്മുടെ ഉണ്ണിമാരിനെയൊക്കെ കണ്ടാൽ തന്നെ പിന്നെ അന്നത്തെ ദിവസം അങ്ങോട്ട് പെട്ടെന്ന് അങ്ങനെ പോകില്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം വേഗം തന്നെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുക. പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ ചെറിയ ചെറിയ വീട്ടുകാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അത് കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് അമ്മ അവക്കാഡോ തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അവക്കാഡോ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ ഇത് മൂത്ത ചേച്ചി വരുമ്പോൾ നെല്ലിയമ്പയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. നിറയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിറയെ കിട്ടും സുലഭമായിട്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് മാങ്ങയൊക്കെ കിട്ടുന്ന പോലെ തന്നെ അവക്കാഡോ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. കാശ് കൊടുക്കാണ്ട് തന്നെ നമുക്ക് പറിക്കാനായിട്ട്. അല്ലെങ്കിൽ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം അങ്ങോട്ട് പഴുത്തിട്ടും ഉണ്ട് കേട്ടോ. പഴുപ്പ് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ അങ്ങനെ ഒരു ടേസ്റ്റ് ഒന്നുമില്ല. ഒരു ചടപ്പ് ടേസ്റ്റ് തന്നെ. മധുരമോ പുളിയോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മൾ പാലും ബൂസ്റ്റ് അല്ലെങ്കിൽ ഏലക്കായ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഷെയ്ക്ക് അടിക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ്. അപ്പം ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ട് നോക്കുക കേട്ടോ. അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ അവക്കാഡോ ഒക്കെ എടുത്ത് അതിൻ്റെ കുരുവൊക്കെ മുളപ്പിക്കാനായിട്ട് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നല്ല മൂപ്പുണ്ട്. അതെടുത്തിട്ട് പിന്നെ നമ്മുടെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ പഞ്ചസാര ചേർത്തു, പാലൊഴിച്ചു, ബൂസ്റ്റ് ഇട്ടു, ഒരൊറ്റ കറക്കം. അങ്ങനെ നമ്മുടെ അവക്കാഡോ ഷേക്ക് റെഡിയായി. നമ്മുടെ ബൂസ്റ്റൊക്കെ ഒന്ന് ഗ്ലാസ്സിനകത്ത് വിതറിക്കൊടുത്ത് നമ്മുടെ അവക്കാഡോ ഷേക്ക് ഒഴിച്ചു. മേലെ കൂടെ കുറച്ച് ബൂസ്റ്റ് വിതറിയാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള അവക്കാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് തനിയെ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് വേറെ ടേസ്റ്റൊന്നുമില്ല. പക്ഷേ കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് പാലൊക്കെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ അതിലും ബെറ്ററാണ്. അപ്പം നല്ല ഒരു സാധനമാണ്. കുട്ടികൾക്കൊക്കെ എല്ലാവരും ഉണ്ടെങ്കിൽ കൊടുക്കുക കേട്ടോ. മാക്സിമം വാങ്ങിച്ചിട്ടാണെങ്കിൽ കൊടുക്കാൻ നോക്കുക. കാരണം ഈ ഒരു അവക്കാഡോ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനും അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കും പിന്നെ നല്ല പ്രതിരോധ ശക്തിയും ഒക്കെ ഉള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ. നല്ല വിലയുണ്ട്. പക്ഷേ എന്നാലും കൊടുക്കുക. മാക്സിമം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുക കേട്ടോ. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നല്ലതാണ്. ശരീരത്തിന് നല്ലതൊന്നും കാര്യമായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ അവക്കാഡോ ഷേക്കൊക്കെ നമ്മുടെ ബാക്കിയുള്ളത് നമ്മുടെ ഈ ഒരു ബൗളിലേക്കും കൂടെ ഒഴിച്ച് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ വേണ്ടേ അല്ലേ. എങ്കിലല്ലേ വീഡിയോ കുറച്ചും കൂടെ കാണാനും കണ്ടിരിക്കാനൊക്കെ രസം. അപ്പോൾ നമ്മളിതാ അവക്കാഡോ ഷേക്ക് നമ്മുടെ ഗ്ലാസ്സിൽ ഒഴിച്ചു. നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു അവക്കാഡോ വെച്ചിട്ട് പലതരം റെസിപ്പികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ട്ടോ. നമ്മൾ ജാമിൻ്റെ പകരം നമ്മൾ ബ്രെഡിൽ വെച്ച് കഴിക്കാൻ സാലഡ് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഞാനതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല. നമ്മൾ അവക്കാഡോ കിട്ടുന്ന സമയത്ത് ഇതുപോലെ പാല് കൂട്ടി അടിച്ച് അങ്ങനെ കുടിക്കാനായിട്ട്. അതാകുമ്പോൾ പിന്നെ ഒറ്റമുട്ടിൽ അങ്ങോട്ട് കുടിച്ച് തീർക്കാനായിട്ട് പറ്റും. മറ്റേതൊക്കെ ആകുമ്പോൾ എന്താ പറയുക, ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പാലും പഞ്ചാരയൊക്കെ ചേർത്തുമ്പോൾ ബൂസ്റ്റൊക്കെ ചേരുമ്പോൾ പിള്ളേർക്കും ഇഷ്ടമാവും അത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ആ ഒരു യാത്രയുടെ ക്ഷീണം മാറ്റാൻ ഇത് മാത്രം മതി. രാത്രിക്ക് വേറെ ഒന്നും കഴിക്കാൻ വേണ്ട. ഇത് മാത്രം മതി. അത്രയും നല്ല ഹെവി ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള നമ്മുടെ അവക്കാഡോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവക്കാഡോ അല്ലെങ്കിൽ വെണ്ണപ്പഴം അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയണ പോലെ ഇതിൻ്റെ പേരുകളൊക്കെ ഇങ്ങനെ പലതരത്തിലുമാണ് കേട്ടോ. അപ്പോൾ നെല്ലിയാമ്പതിയിലൊക്കെ വെണ്ണപ്പഴം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഒന്നും നമുക്ക് ഇതിനെ പറ്റിയിട്ട് അങ്ങനെ അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് വെണ്ണപ്പഴം എന്ന് പറഞ്ഞാൽ ഈ ബട്ടർ ഫ്രൂട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു അവക്കാഡോ ആണെന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ എന്തായാലും അതൊക്കെ അങ്ങനെ കുടിച്ചിട്ടിരിക്കുന്ന സമയത്ത് പിന്നെ നമുക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കൊറിയർ വരാൻ വൈകിട്ടുമുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നന്നായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം നമ്മൾ പകലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇല്ലല്ലോ, ആരും ഇല്ലല്ലോ.
അപ്പോൾ രാത്രി വന്നത് എന്തായാലും നന്നായി. മഴയോടെ കൂടെ നമ്മുടെ ഒരു കൊറിയറും കൂടെ വന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ടോപ്പും പാൻറ്റും ബോട്ടവും ആയിട്ടൊരു കുർത്തി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. 300 രൂപയ്ക്ക് കേട്ടോ, 300 രൂപയ്ക്ക് താഴെയാണ്. ഡെലിവറി ചാർജും കൂടെ 330 35 അങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ. കുഴപ്പമില്ല. മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ഒന്നുമല്ല, സിസ് കോട്ടൺ ആണ്. പിന്നെ കണ്ടു വെച്ചാൽ റയോൺ പോലെ ഉണ്ടാവും, പക്ഷേ സിസ് കോട്ടൺ ആണ് കേട്ടോ. കുഴപ്പമില്ല. സൈസൊക്കെ എനിക്ക് കുറച്ച് ലൂസായിരുന്നു. ഞാൻ XXL ആണ് കേട്ടോ എപ്പോഴും എടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്ത് ഇടാനായിട്ട് പറ്റും. കറക്റ്റ് അളവ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചുരുങ്ങിപ്പോയി വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും XXL എടുത്തിട്ട് ഷേപ്പ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു ലേസൊക്കെ കൊടുത്തിട്ട് ഒരു ബോർഡറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കൈയിൻ്റെ അവിടെയും ഉണ്ട് കേട്ടോ, സ്ലീവിൻ്റെ അവിടെയും അറ്റത്ത് അങ്ങനെ ഒരു ലേസും കൊടുത്തിട്ട് നല്ലൊരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ക്ലാസ്സിക്ക് പോകുമ്പോഴോ ഡെയിലി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചുരിദാറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.